എല്ലാവർക്കും ടിൻ ട്യൂബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ മന്തിയാണ്. അതും എങ്ങനെയെന്നുള്ള ടേസ്റ്റിലാക്കാൻ നമുക്ക് നോക്കിയാലോ. അതുപോലെ തന്നെ മയോണൈസിൻ്റെയും ചട്നിയുടെയും വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായി മന്തിയും മയോണൈസും ചട്നിയും എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം മയോണൈസിൻ്റെ തിക്നെസ് നോക്കിയാലോ. നമുക്ക് ഗൈസ് എന്താണല്ലേ, നല്ല കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് മന്തിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് നമ്മൾ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അതും നമ്മൾ എടുക്കുന്നത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ബസ്മതി റൈസ് 1.5 kg ആണ് കേട്ടോ. അപ്പോൾ ഇതാ നന്നായി ഒരു 5-6 പ്രാവശ്യം കഴുകി എടുക്കാം. കാരണം അതിൽ അങ്ങനെ പൊടികളും കച്ചറകളൊക്കെ ഉണ്ടാകും. എന്നിട്ടൊരു അരമണിക്കൂർ അത് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്യാപ്സിക്കമാണ്. അത് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള വിത്തുകളൊക്കെ കളഞ്ഞ് നന്നായി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ക്യാപ്സിക്കം എന്തായാലും വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നല്ല ടേസ്റ്റൊക്കെ നന്നായി കൂട്ടും. പിന്നെ നമ്മളെടുത്തുള്ളത് കൊറിയാണ്ടർ ലീവ്സ്, റെഡ് ഫുഡ് കളറ്, മാഗി ക്യൂബ്, ഡ്രൈ ലെമണും ആണ്. ഇതൊക്കെ എന്തായാലും വേണം കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ മസാല ആക്കുന്നത് നോക്കാം. അതിനെക്കാട്ടും മുമ്പ് നമ്മൾ എടുത്തിട്ടുള്ള ചിക്കന് 3.5 kg ഉണ്ടോ, നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ സൺഫ്ലവർ ഓയിൽ ഒരു പാക്കറ്റാണ്. ഇത് ഫുള്ളായി വേണ്ട, എന്നാലും പകുതിയൊക്കെ വേണ്ടി വരും കേട്ടോ, അതുകൊണ്ടാണ് വാങ്ങിയത്. പിന്നെ ഇതാ നമ്മൾ ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളക്കാനൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മസാല ആക്കുന്ന പാത്രത്തിൽ ചിക്കനൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ഫോർക്ക് വെച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുത്തു കേട്ടോ. കാരണം ഇത് നന്നായി മസാല പിടിക്കാനാണ്, ഇല്ലെങ്കിൽ അത്ര നമുക്ക് കഴിക്കുമ്പോൾ ആ മസാലയുടെ ടേസ്റ്റ് വേറെ തന്നെ ആയി തോന്നും. ഇനി അതിലേക്ക് ഒരു 3 മാഗി ക്യൂബ് ആദ്യം തന്നെ ആഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി കൈ വെച്ച് തന്നെ ഇതാക്കി കൊടുക്കണം, കാരണം ഇല്ലെങ്കിൽ അത് ഇടിയോടൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഏലക്കയാണ്, അതും ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2 സ്മോൾ ഗ്രാമ്പു ആണ് കേട്ടോ, അതായത് 2 ചെറിയ ഗ്രാമ്പു ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളകും ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും പിന്നെ കൊറിയാണ്ടർ ലീവ്സും മുഴുവനായി ഇട്ട് കൊടുത്തു കേട്ടോ. ഇതൊക്കെ എന്തായാലും അത്യാവശ്യമാണ് മന്തിയാക്കുന്ന ടൈമിന്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഡ്രൈ ലെമൺ ആണ്, അതായത് ഉണക്ക നാരങ്ങ. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കൊത്തമ്പാരി പൗഡർ, അതായത് കൊറിയാണ്ടർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ ടെർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു. പിന്നെ റെഡ് ഫുഡ് കളർ ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ടാൽ അല്ലെങ്കിൽ ഒഴിവാക്കാം. പിന്നെ നമുക്ക് സൺഫ്ലവർ ഓയിൽ 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതെന്തായാലും നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്നിട്ടൊന്ന് നന്നായി മിക്സാക്കി എടുക്കാം. ഞാൻ ഇപ്പോൾ നല്ല പോലെ കൈ വെച്ച് തന്നെയാണ് മിക്സാക്കി എടുക്കുന്നത്. നല്ല ഇതായിട്ടുണ്ട്. പിന്നെ മാഗി ക്യൂബ് ഉണ്ടോണ്ട് നമ്മൾ സാൾട്ട് ചേർക്കണമെന്ന് പറഞ്ഞിട്ടില്ല, എന്നാലും സാൾട്ട് അത്ര തോന്നിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ചെറിയ പിഞ്ച് സാൾട്ട് ഇട്ട് കൊടുത്ത് നന്നായി മിക്സാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഒരു 10 മിനിറ്റ് അത് റെസ്റ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മയോണൈസ് എങ്ങനെ ആക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 3 മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഷുഗറും ഇട്ട് കൊടുക്കാം കേട്ടോ, അതായത് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ മൂടിൽ ഫുള്ളും വിനെഗറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 5 അല്ലി വെളുത്തുള്ളി ഇട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് 3-4 പ്രാവശ്യം അങ്ങനെ അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതാ ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ മസാല. ആ ടൈമിൽ നമ്മളിതാ വെള്ളം ചൂടായി വന്നിട്ടുണ്ടായിനി. ഇനി അതിലേക്ക് സൺഫ്ലവർ ഓയിലും സാൾട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുതിർത്ത് വെച്ച അരി ഇവിടെ നന്നായി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കുറച്ചായാണ് ഇട്ട് കൊടുക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയും ഡെലീഷ്യസും ആയ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഈ ഒരു മയോണൈസ് നല്ല തിക്നെസ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മളെ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ചട്നി ആക്കാം കേട്ടോ. ചട്നിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ടൊമാറ്റോ, പിന്നെ കൊറിയാണ്ടർ ലീവ്സ്, ഓണിയൻ, ഗ്രീൻ ചില്ലി, ഇത്രയും കൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് ആക്കി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നന്നായി മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടോ. അതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസും പിന്നെ ചിക്കൻ്റെ ഇതും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കൻ്റെ മുകളിലോട്ട് നമ്മൾ റൈസ് കുറച്ചായിട്ട് എടുക്കും കേട്ടോ. നമ്മൾ റൈസ് നല്ല പൂ പോലെ ആയി വന്നിട്ടുണ്ട്, അത്രക്കും നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടിയും വാട്ടറും മിക്സ് ചെയ്തൊരു വെള്ളമാണ്, അത് നമ്മൾ കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ നിന്നെടുത്ത എണ്ണയാണ് നമ്മൾ ചിക്കൻ മസാല ആക്കിയിട്ടാകുമ്പോൾ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിലധികമായതൊക്കെ നമ്മൾ എടുത്തോട്ടെ പോയിട്ട് അതാണ് നമ്മളിപ്പോൾ അതിന് മീത്ത് കുഴിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറും കൂടി വെച്ച് കൊടുക്കാം. അതിൻ്റെ മീത്തൊക്കെ ഞാൻ ആദ്യം ഇടുന്നു മഞ്ഞൾപ്പൊടി വെള്ളം ഇട്ട് കൊടുക്കുന്നു, റെഡ് ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നു, പിന്നെ നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ നമ്മളിതാ ഒരു 5 ഗ്രീൻ ചില്ലിയും വെച്ച് കൊടുക്കുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലെയറാണ്. ഇതിലേക്കായാലും നമ്മൾ എണ്ണ, റെഡ് ഫുഡ് കളർ, മഞ്ഞൾപ്പൊടി വെള്ളം ഇത്ര ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ ദമ്മിട്ടതിന് ശേഷം നമ്മൾ പൊട്ടിക്കുകയാണ് കേട്ടോ. ഇത് ഗീസ് നല്ല കളർഫുൾ ചോറായി വന്നിട്ടുണ്ട് കേട്ടോ. തുറക്കുമ്പോൾ നിന്ന് നല്ല മണമാണ്. നമ്മളൊക്കെ ഇതിനൊരു ഈലക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ടേസ്റ്റ് ചെയ്ത് നോക്കി ഗൈസ്, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ, ബൈ ബൈ.